നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യമാധ്യമത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ വി ബാബു പങ്കെടുത്ത ഒരു ചർച്ച കാണുവാനിടയായി. അപ്പോൾ അതിൻ്റെ പ്രധാന വിഷയം ഇസ്ലാം എന്തുകൊണ്ട് പ്രതിക്കൂട്ടിലാകുന്നു. ഇസ്ലാം എന്തുകൊണ്ട് പ്രതിക്കൂട്ടിലാകുന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാം എപ്പോൾ പ്രതിക്കൂട്ടിലായി എന്ന് ഇസ്ലാമിസ്റ്റുകൾ ചോദിച്ചേക്കാം. പക്ഷേ ലോകത്തെവിടെയെങ്കിലും ഭീകരാക്രമണം നടന്നു കഴിഞ്ഞാൽ ആദ്യം സംശയത്തിൻ്റെ മുന നീളുന്നത് ഇസ്ലാമിസ്റ്റുകൾക്ക് നേരെയായിരിക്കും. ഐസിസോ അൽഖ്വയ്ദയോ അങ്ങനെ നിരവധി ഭീകരവാദ സംഘടനകളുണ്ടല്ലോ. അതിന് മാത്രം യാതൊരു പഞ്ഞവുമില്ല. കാരണം ഒരു പട്ടിക എഴുതി കഴിഞ്ഞാൽ ഒരു നോർവേജിൻ്റെ ബുക്ക് തികയും എന്ന് തമാശയ്ക്ക് പറയാറുണ്ട് ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദ ആക്രമണങ്ങൾ ലോകത്തെവിടെ നടന്നാലും സംശയത്തിൻ്റെ മുന നീളുന്നത് ഇസ്ലാമിന് നേരെയാണ്, ഇസ്ലാം മതത്തിന് നേരെയാണ്, അല്ലെങ്കിൽ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട ഭീകരവാദ സംഘടനകൾക്ക് മേലെയാണ്. അത് ജെയ്ഷെ മുഹമ്മദ് ആകട്ടെ, ലഷ്കർ എ തൈബയാകട്ടെ, താലിബാൻ ആകട്ടെ, അൽഖ്വയ്ദയാകട്ടെ, ഐസിസ് ആകട്ടെ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് താലിബാൻ നമ്മുടെ ഭാരതത്തിൻ്റെ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞു വരും. അതിൻ്റെ ചർച്ചകൾ മറ്റൊരവസരത്തിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള എന്നാലും ഇത്തരം ഭീകര സംഘടനകളുടെ പേരുകൾ ഉയർന്നു വരാറുണ്ട്. അല്ലെങ്കിൽ സംശയത്തിൻ്റെ മുന എന്തായാലും ആദ്യം ചെന്ന് നിൽക്കുന്നത് ഇസ്ലാം മതത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കാലാകാലമായി ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ അപ്പോളജിസ്റ്റുകൾ എന്ന് പറയും, ഇതിനെ ഇത്തരത്തിലുള്ളൊരു ഭീകരവാദികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇസ്ലാം ഇങ്ങനെയൊന്നുമല്ല, സമാധാനത്തിൻ്റെ മതമാണ്, ഇതൊക്കെ വെറും തെറ്റായ പ്രചരണങ്ങളാണ്, ഇതൊരിക്കലും തള്ളിപ്പറയലല്ല. ഈ ജെയ്ഷെ മുഹമ്മദിനെയോ, ജെയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയണം മുഹമ്മദിൻ്റെ സൈന്യം എന്നാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ അർത്ഥം. ലഷ്കർ എ തയ്യബ ആണെങ്കിലും ഇവരെ ഒന്നും പൂർണ്ണമായും തള്ളിപ്പറയുന്നൊരു ഇസ്ലാമിസ്റ്റുകളെ അല്ലെങ്കിൽ അപ്പോളജിസ്റ്റുകളെ നിങ്ങൾക്ക് പൊതുമണ്ഡലങ്ങളിൽ കാണുവാൻ സാധ്യമല്ല. അല്ലെങ്കിൽ അവരുടെ എണ്ണം തുലോം വിരളമാണ്. ഇവരെ മനസ്സുകൊണ്ടെങ്കിലും അനുകൂലിക്കുന്ന തരത്തിൽ ന്യായീകരണവുമായി ഇറങ്ങുന്ന, അതും ന്യായീകരണം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ന്യായീകരണം വായിച്ചു കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന പോസ്റ്റുകളിലൂടെയുള്ള ന്യായീകരണങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരന് അമർഷം പതഞ്ഞു പോകുന്ന തരത്തിലുള്ള ന്യായീകരണങ്ങളായിരിക്കും ഇവർ നിരത്തുക. ഉദാഹരണത്തിന് പഹൽഗാമിലെ കൂട്ടക്കൊല, ഇസ്ലാമിക ഭീകരവാദികൾ അവിടുത്തെ വിനോദസഞ്ചാരികളെ, നിരപരാധികളെ പാൻ്റ് അഴിച്ചു നോക്കി മതമുറപ്പ് വരുത്തി അതിനുശേഷം ഇസ്ലാമിക കലിമ ചൊല്ലിക്കുവാൻ ശ്രമിച്ച് കലിമ അറിയില്ല എന്ന് കണ്ട് രണ്ടാമതും ഒരു ഉറപ്പ് വരുത്തി. അതായത് ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറയുമല്ലോ, അത്തരത്തിലുള്ള വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് വധിച്ചത്. അതായത് കാഫിറുകളെ. സത്യനിഷേധികൾ എന്ന് ഒരു തേൻ പുരട്ടി അവർ പറയും. അത് അടിസ്ഥാനപരമായിട്ട് ഈ കാഫിറുകൾ എന്ന് പറയുന്നത് വൃത്തികെട്ട ജാതികളെന്ന് ആണ് ഇസ്ലാമിക ഭീകരവാദികൾ അല്ലെങ്കിൽ ഭീകര ഇസ്ലാമിക പക്ഷക്കാർ പറയുന്നത്. അത്തരത്തിലൊരു പക്ഷമുണ്ടെങ്കിൽ, ഭീകര ഇസ്ലാമിക പക്ഷമുണ്ടെങ്കിൽ ഒരു സമാധാന പക്ഷം കാണണമല്ലോ. സമാധാന പക്ഷം പലപ്പോഴും പൊതുമണ്ഡലത്തിൽ വെളിപ്പെട്ട് വരാറില്ല എന്നുള്ളതാണ് ഇസ്ലാം പ്രതിക്കൂട്ടിലാകാനുള്ള ഒരു പ്രധാന കാരണം. ഈ പഹൽഗാം ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. ഗോദ്ര ട്രെയിനിന് തീവെച്ച സംഭവം, 31 പേരെ സുപ്രീം കോടതി ഉൾപ്പെടെ ആ ശിക്ഷ അംഗീകരിച്ച് 18 വർഷമായി ജയിലിൽ കിടക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രം ചിലർക്ക് ജാമ്യം അനുവദിച്ചു. പക്ഷേ ചില മുഖ്യ ആസൂത്രിതർക്ക് ജാമ്യമേ അനുവദിക്കാത്ത തരത്തിലുള്ള ശിക്ഷ വിധിക്കപ്പെട്ട ഒരു കേസാണ്. എന്നിട്ട് പോലും ഇന്ന് എമ്പുരാൻ എന്നുള്ളൊരു സിനിമ ഇറങ്ങിയപ്പോൾ അതിനെ സംബന്ധിച്ച് വിവാദങ്ങളുണ്ടായപ്പോൾ അതിലൊരു ഗോദ്ര ഈ തീവണ്ടിക്ക് തീവെച്ച സംഭവത്തെ ഒരു അപകടം പോലെ കാണിക്കുവാനുള്ളൊരു ശ്രമം നടത്തി എന്നുള്ളൊരു ആരോപണം വന്നപ്പോൾ പലരും ന്യായീകരിച്ച് രംഗത്ത് വന്നു. അത് അപകടമാണെന്ന് പറയുന്നുണ്ടായിരുന്നു, അത് മോദിയുടെ ചതിയാണ്. അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടോ, എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത്തരത്തിൽ കുഴച്ചു മറിച്ച് ഒരു 24 വർഷങ്ങൾ പഴക്കമുള്ള ഒരു സംഭവത്തിൻ്റെ മേലൊരു പുകമറ സൃഷ്ടിക്കുവാനുള്ളൊരു ശ്രമം ഗോദ്ര സംഭവത്തിൻ്റെ മേൽ നടക്കും. ഗോദ്ര ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരത്തിലുള്ള ഏത് ഭീകരവാദ ആക്രമണങ്ങൾ എവിടെ നടന്നാലും അതിനെ ന്യായീകരിക്കുവാനോ അതിൻ്റെ മേലൊരു പുകമറ സൃഷ്ടിക്കുവാനോ ഏറ്റവും എളുപ്പമുള്ള ന്യായം, ഭാരതത്തിലാണ് ഇത്തരത്തിലൊരു ഭീകരവാദ ആക്രമണം നടക്കുന്നതെങ്കിൽ അത് പഹൽഗാം ആകട്ടെ, ഉറി ആകട്ടെ, മറ്റേത് തരത്തിലുള്ള ആക്രമണങ്ങളുമാകട്ടെ, ഇത് തിരഞ്ഞെടുപ്പിനോടടുപ്പിച്ച് നരേന്ദ്രമോദിയുടെ ചതിപ്പണിയാണ്. ആദ്യത്തെ ക്യാപ്സ്യൂൾ അങ്ങിറക്കും. അത് കഴിഞ്ഞിട്ട് 3 ഭീകരവാദികൾ എവിടെ പോയി, അവരെ 3 പേരെയും കൊന്നു. ശരിക്കും ഈ 3 ഭീകരവാദികൾ എങ്ങനെ വന്നു? അവിടുത്തെ പ്രാദേശികരായിട്ടുള്ള ഇസ്ലാമിക മതക്കാർ അവർക്ക് സഹായം ചെയ്തതുകൊണ്ട് അവർ കശ്മീരിലേക്ക് കടന്നു. തന്നെയുമല്ല, ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, പെഹൽഗാമിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പെഹൽഗാമിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡ്
അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിനെ സംരക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ കൊല്ലപ്പെട്ടു. ഇസ്ലാം മത വിശ്വാസിയാണ് അദ്ദേഹം. അതൊഴികെ പ്രാദേശികവാസികളിൽ നിന്ന് യാതൊരുവിധ സഹായവും ഈ ഇരകളുടെയോ അവരുടെ ബന്ധുക്കളുടെയോ നേർക്ക് ഉണ്ടായിട്ടില്ല. അവരെ ഏതാണ്ട് അവഗണിച്ച് ഇതവരനുഭവിക്കേണ്ടതാണ് എന്നുള്ള തരത്തിലായിരുന്നു ആ പ്രാദേശികവാസികൾ പെരുമാറിയത്, സൈന്യം അവിടെ എത്തിച്ചേരുന്നത് വരെ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭാരതീയരാണ് എന്നുള്ള തരത്തിലൊരു സമാധാന സേന അവിടെ ഇറങ്ങി. പക്ഷേ സൈന്യം അപ്പോഴേക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങിയിരുന്നു. ഇത്തരത്തിലുള്ള സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ ഭീകരവാദ സംഭവങ്ങളെ അനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഇസ്ലാമിക മതക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് പ്രധാനമായും ഇസ്ലാം പല കാര്യത്തിലും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ആദ്യ പ്രതിയായി ആളുകളുടെ മനസ്സിൽ സംശയത്തിൻ്റെ രൂപത്തിൽ പ്രതികളുടെ നേരെയുള്ള അല്ലെങ്കിൽ പ്രതികൾ ആര് അല്ലെങ്കിൽ പ്രതി ഏത് മതം എന്നുള്ളത് സംബന്ധിച്ചുള്ള സംശയത്തിൻ്റെ ആദ്യ ചൂണ്ടുവിരൽ ഇസ്ലാമിൻ്റെ നേരെ നീളുന്നത് കഴിഞ്ഞില്ല. ഏത് കാര്യത്തിനാണെങ്കിലും ആദ്യത്തെ ന്യായീകരണം ഇത് ഇന്ന മതത്തിലൊരു പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, മെഹർ എന്നൊരു മന്തി ഹോട്ടൽ വിഷുദിനാശംസകൾ നേർന്നു. കുഴിമന്തി ഇറച്ചിയൊക്കെ വെച്ച് ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ അതിന് നേരെ ഇങ്ങനെ കൊതിയോടെ നോക്കിയിരിക്കുന്ന വിഷു ആശംസകൾ എന്നൊരു പരസ്യം പുറത്തിറക്കി. ശരി, അവരുടെ പ്രധാന ഉൽപ്പന്നം കുഴിമന്തിയാണ് അല്ലെങ്കിൽ പ്രധാന വിഭവം കുഴിമന്തിയാണ്, അതുകൊണ്ട് ഇത്തരത്തിലൊരു പരസ്യം അവരിറക്കിയതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു വാദം തുടങ്ങാൻ വരട്ടെ. മറ്റൊരു സാഹചര്യം ഞാൻ പറയാം, ഒരു സാങ്കല്പിക സാഹചര്യം. ഒരു പോർക്ക് ഇറച്ചി വിൽക്കുന്നൊരു കട. റംസാൻ മാസത്തിൽ എല്ലാവർക്കും റംസാൻ ആശംസകൾ. ഇഫ്താർ മുറിക്കുവാൻ ഞങ്ങളുടെ തോമസ് പോർക്ക് റോസ്റ്റ് കടകളിലേക്ക് സ്വാഗതം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോർക്ക് റോസ്റ്റ് കടകളിലേക്ക് സ്വാഗതം എന്നുള്ള രീതിയിൽ ഒരു മൗലവി പോർക്കിറച്ചിയുടെ നേരെ കൊതിയോടെ നോക്കുന്നത്, ഖുറാനും കയ്യിൽ പിടിച്ച് കൊതിയോടെ നോക്കുന്ന ഒരു ചിത്രം വെച്ച് ഒരു പരസ്യം പുറത്തിറക്കിയാൽ എന്തായിരിക്കും ഇസ്ലാമിക മതക്കാരുടെ പ്രതികരണം? രൂക്ഷമായ പ്രതികരണമായിരിക്കും. ചിലപ്പോൾ ആ കട തന്നെ കത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നേക്കാം. ജോസഫ് മാഷാണ് ഏറ്റവും വലിയ ഉദാഹരണം. മുഹമ്മദ് എന്നുള്ള പേര് ഒരു ചോദ്യപേപ്പറിൽ എഴുതി എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് സ്വന്തം കൈയും കാലുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തകർന്നടിഞ്ഞു പോയി. അത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരു സമുദായം ഈ മെഹർ എന്നുള്ള കട ഇതുപോലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്ന ഇത്തരം പരസ്യങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികളെ ഒരു തരത്തിലും എതിർത്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല, പൊതുസമൂഹവും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു ന്യായീകരണവുമില്ല. പ്രതിക്കൂട്ടിൽ നിന്നേ പറ്റൂ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ. ഒരു സംശയവും വേണ്ട, ഇതിൻ്റെ കാരണക്കാർ ഇസ്ലാമിക മതം തന്നെയാണ്. അതുകൊണ്ടാണ് ട്രോളന്മാർ പറയുന്നത്, ഇസ്ലാമിനെ നിങ്ങൾ എന്തുകൊണ്ട് പ്രതിക്കൂട്ടിൽ നിർത്തുന്നു, നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് എന്ന് ട്രോളന്മാർ പലപ്പോഴും പരിഹസിച്ച് പറയുന്നില്ലേ? അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇസ്ലാമിക മതപണ്ഡിതന്മാരുടെയും. അവരുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് അതാണ് ദൈവവാക്യം, ദൈവം നേരിട്ട് പണ്ഡിതർക്ക് ഇറക്കിക്കൊടുത്ത വാക്കാണത് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സമുദായത്തിൻ്റെയും വിധിയാണത്. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ യാതൊരു തരത്തിലും പഴിചാരുവാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. ഇനിയുമുണ്ട് ഉദാഹരണങ്ങൾ. ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് എന്നുള്ള ഒരു പദം, ആ പദത്തിൽ പിടിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, അത് TCS ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികളാണെങ്കിലും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെയെല്ലാം ഒരു കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനല്ല, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ അവരുടെ സമുദായത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് അംഗസംഖ്യ വർദ്ധിപ്പിച്ച് കേരളത്തെ ഒരു ഇസ്ലാമിക സംസ്ഥാനമാക്കുവാൻ, രാജ്യം തന്നെ എന്നുള്ള പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്, രാജ്യമെന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്, രാജ്യമാക്കുവാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇതൊരു ഭീകരവാദ പ്രവർത്തനമാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും PFI, ഇപ്പോൾ നിരോധിക്കപ്പെട്ട PFIയും SDPIയും പോലുള്ള സംഘടനകളാണ്. SDPI അല്ല, അന്ന് അദ്ദേഹം NDF ആണ് എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള സംഘടനകളാണ് ഇതിന് പിന്നിൽ. അച്യുതാനന്ദനെ രൂക്ഷമായി വിമർശിച്ച് ഇസ്ലാമോഫോബിയ പരത്തുവാൻ ശ്രമിക്കുന്നു, അച്യുതാനന്ദൻ സംഘിയാണ് എന്ന് ആക്ഷേപിക്കുവാനും അധിക്ഷേപിക്കുവാനും അദ്ദേഹത്തെ കൊണ്ട് ആ പ്രസ്താവന പിൻവലിപ്പിക്കുവാൻ ശ്രമിക്കുകയും അല്ലാതെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ തിരയുവാൻ ഒരൊറ്റ ഇസ്ലാമിസ്റ്റും ഇന്നേ വരെ ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കയ്യിലിരിപ്പ് കൊണ്ട് ആണ്. കഴിഞ്ഞില്ല. ഇനി ഏതൊരു സംഭവം എടുത്തുകൊള്ളൂ, അത് ഹലാൽ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും, ഹലാൽ ഭക്ഷണം വിൽക്കുന്ന
കടകളുണ്ട്. പക്ഷേ ഇവിടെ ഹലാൽ ഭക്ഷണം വിൽക്കുന്നില്ല എന്നൊരു ബോർഡ് ഏതെങ്കിലും ഒരു ഭക്ഷണ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പ്രദർശിപ്പിച്ചാൽ അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപവും അധിക്ഷേപവും നിരന്തരമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഹലാൽ എന്നുള്ള ബോർഡ് വയ്ക്കാമെങ്കിൽ നോൺ ഹലാൽ എന്നുള്ള ബോർഡും വയ്ക്കാം, അതിനൊരു സംശയവും വേണ്ട. ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ശരിയ അല്ല. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇസ്ലാമിസ്റ്റുകളുടെയും ഇസ്ലാമിക സമൂഹത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ഫ്ലോറിഡ പോലുള്ള അമേരിക്കൻ സംസ്ഥാനങ്ങൾ ആൻറ്റി ഷരിയ ലോ ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഈ സംസ്ഥാനത്ത് ഒരു തരത്തിലും ശരിയ നിയമം നടപ്പാക്കുവാൻ അനുവാദമില്ല. അതായത് ഹലാൽ എന്നുള്ള ബോർഡ് പോലും പ്രദർശിപ്പിക്കുവാനുള്ള അനുവാദം അവിടെ നൽകില്ല. ഹലാൽ ഭക്ഷണം വിൽക്കുവാനുള്ള അനുവാദമില്ല എന്ന് തന്നെ കരുതിക്കുള്ളൂ. ഈ പ്രവർത്തികൾ കൊണ്ടാണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് പലരെയും ഇസ്ലാമിക സമൂഹം എത്തിക്കുന്നത്. ഒരു സംശയവും വേണ്ട. കുറച്ച് കടന്നു പറയുകയാണ് എന്നും തോന്നണ്ട. ഈ പറയുന്നതിലെല്ലാം ഒരു കണിക പോലും ഒരു അതിശയോക്തിയില്ല. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ന്യായീകരിക്കേണ്ടതിന് വേണ്ടിയിട്ടാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യായീകരിക്കാവുന്ന കാര്യത്തിന്, ന്യായമുള്ള കാര്യത്തിനാണ് ന്യായീകരണം വേണ്ടത്. അല്ലാതെ ഭീകരവാദത്തിനല്ല ക്യാപ്സ്യൂളുകൾ ന്യായീകരണമായി ഇറക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ന്യായീകരണം ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതിനെ ഒരു സമൂഹം നിശബ്ദമായോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണങ്ങളിലൂടെയോ പിന്തുണ നൽകുന്നതും കൂടി കൊണ്ടാണ് ഇസ്ലാം പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം. പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ ഇന്നോവ കാറിൽ വെച്ച് പീഡിപ്പിച്ചൊരു മതപണ്ഡിതനുണ്ടായിരുന്നു. ആ കേസ് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന പെൺകുട്ടികൾ ആ കാറിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ മൗലവിയെ കണ്ടതുകൊണ്ട് മാത്രം അയാൾ പോലീസിൻ്റെ പിടിയിലാവുകയും ആ കേസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. 1 വർഷം തികയുന്നതിന് മുമ്പ് നബിദിനത്തിൽ മുഖ്യാതിഥിയായിട്ടാണ് ഒരു സംഘടന ആ മൗലവിയെ വിളിച്ച് ആദരിച്ച് വേദിയിലിരുത്തിയത്. ആലോചിച്ച് നോക്കൂ ഇത്തരത്തിലുള്ളൊരു പിന്തുണ. ഓപ്പറേഷൻ സിന്ദൂർ പോലെ നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമാകേണ്ട ഒരു സൈനിക നടപടി, ദുഃഖകരമായൊരു സംഭവത്തിൻ്റെ പ്രതികാരമായി നമ്മുടെ രാജ്യം തുടങ്ങിയൊരു സൈനിക നടപടി, അതിനെ സംബന്ധിച്ച് അതിനെ അനുകൂലിച്ച് എത്ര ഇസ്ലാമിക മതപണ്ഡിതന്മാർ ഒരു പോസ്റ്റെങ്കിലും ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഇൻസ്റ്റയിലോ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇസ്ലാമിക സമുദായത്തിൽപ്പെട്ട മതവിശ്വാസികളായ ഇത്തരത്തിലുള്ള ഇന്നോവ മൗലവിമാരെ പ്രോത്സാഹിപ്പിക്കുന്ന എത്ര ഇസ്ലാം മതവിശ്വാസികൾ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് സകാരാത്മകമായിട്ടുള്ളൊരു വാക്കെങ്കിലും പൊതുമണ്ഡലത്തിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഒരേ ഒരു വ്യക്തിയെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഭാരതത്തിലെ ഏറ്റവും തീവ്രമായ ഇസ്ലാമിസ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒവൈസി ഓപ്പറേഷൻ സിന്ദൂറിനെ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുകയും കൈയടിച്ച് പാകിസ്ഥാനെ നരേന്ദ്രമോദിയോ അമിത്ഷായോ വിമർശിക്കുന്നതിൻ്റെ അപ്പുറം കടന്ന് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പറയുമ്പോൾ എല്ലാം പറയണം. എന്നാൽ ഒവൈസിയെ ഇവർ വിളിക്കുന്നത് മോദിയുടെ ഏജന്റ് എന്നാണ്. ആലോചിച്ച് നോക്കൂ ഇവരുടെ ഒരു മനോഭാവം. ഇതൊക്കെ കൊണ്ടാണ് ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അതിന് ഒരു സംശയവും വേണ്ട. കാരണം മറ്റാരുമല്ല അതിന് കാരണം. ഇസ്ലാമോഫോബിയ എന്നൊരു തട ഇവർ കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ആ മതത്തിന് നേരെയോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ മുൻനിർത്തി നടത്തുന്ന ഭീകരവാദങ്ങളെയോ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളുടെ മേലൊരു പുകമറ സൃഷ്ടിക്കുവാനോ അവർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്ക് ഇപ്പോൾ ഒരു പരിഹാസ വാക്കായി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ പരിഹാസജന്യമായൊരു വാക്കായി മാറിയിരിക്കുകയാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ വിക്ടിം കാർഡ് എടുത്തല്ലോ, ഇരവാദം തുടങ്ങിയല്ലോ എന്നുള്ള പരിഹാസം തിരിച്ച് കേൾക്കേണ്ടി വരുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തികളെ ന്യായീകരിക്കുന്നത് കൊണ്ടും തള്ളിപ്പറയാത്തത് കൊണ്ടുമാണ്. സ്വന്തം മഹല് കമ്മിറ്റി ഉണ്ടല്ലോ, ഇടവക പോലെ തന്നെ മഹല് കമ്മിറ്റികളുണ്ടല്ലോ. ആ മഹല് കമ്മിറ്റിയിൽപ്പെട്ട ഒരു പള്ളിയിൽ സ്ഥിരമായി വരുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മകൾ ഒരു അന്യമതക്കാരനെ വിവാഹം ചെയ്തു പോയാൽ, തിരിച്ച് മകനാണ് അന്യമതക്കാരി വിവാഹം ചെയ്തുകൊണ്ട് വരുന്നതെങ്കിൽ പെരുമാറ്റം വ്യത്യസ്തമായിരിക്കും. പക്ഷെ മകൾ ഒരു അന്യമതസ്ഥനെ വിവാഹം ചെയ്തു പോയാൽ അല്ലെങ്കിൽ ആ മകളെ നൃത്തം പഠിപ്പിച്ചാൽ മഹല് കമ്മിറ്റി അവരെ ഊരുവിലക്കി നോട്ടീസ് ഒട്ടിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ഐസിസിൽ ഭീകരവാദത്തിന് പോയാൽ ഒരു ഊരുവിലക്കുമില്ല, നിശബ്ദമാണ്. വേണ്ടി വന്നാൽ അവൻ അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ എവിടെയെങ്കിലും കിടന്ന് പൊട്ടിത്തെറിച്ച് മരിച്ച് ഹോറിഫൈഡ് ആയാൽ അവന് വേണ്ടി ഒതുക്കത്തിലൊരു മയ്യത്ത് നിസ്കാരവും നടത്തും. ഇവിടെ എറണാകുളത്തെ ഒരു പള്ളിയിൽ അജ്മൽ കസബിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരു സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും
ഒരു സമുദായം ഒന്നാകെ അതിനെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ, തള്ളിപ്പറയാതിരിക്കുന്നു എന്നുള്ളത് പോട്ടെ, പലപ്പോഴും അതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളും പ്രസ്താവനകളുമായി ഒരു സമുദായം തന്നെ മുന്നിട്ടിറങ്ങുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾ മുന്നിട്ടിറങ്ങുകയും ആ സമുദായം നിശബ്ദമായോ അല്ലെങ്കിൽ പരസ്യമായോ തന്നെ ആ സംഘടനകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്താതെ മറ്റ് സമുദായം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ലോകം എന്ത് ചെയ്യും? അത് ചിന്തിക്കേണ്ടത് ഇസ്ലാം സമുദായമാണ്, ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ്, പ്രത്യേകിച്ച് കേരളത്തിലും ഭാരതത്തിലുമുള്ളവർ. ഭാരതത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ തന്നെ, സകാരാത്മകമായിട്ടുള്ള ചിന്തകൾ. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ, നിരോധനം ഔദ്യോഗികമായി നടപ്പാക്കുന്നതിന് മുമ്പ് അജിത് ഡോവൽ ഭാരതത്തിലെ പ്രമുഖ ഇസ്ലാമിക സംഘടനകളിൽ ചിലതുമായൊരു കൂടിക്കാഴ്ച നടത്തുകയും ഒന്നിച്ചൊരു കൂടിക്കാഴ്ച നടത്തുകയും അവരൊരു പോപ്പുലർ ഫ്രണ്ട് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ്, അതിനെ നിരോധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നൊരു സംയുക്ത പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള സകാരാത്മകമായ പ്രവൃത്തികൾ കേരളത്തിന് പുറത്തുള്ള ചില ഇസ്ലാമിക സംഘടനകളെങ്കിലും കൈക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഒരു ഭൂരിഭാഗം ഇസ്ലാമിക സംഘടനകൾ, അത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലുമുണ്ട്, ലോകമൊട്ടാകെയും ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുവാൻ മടി കാണിക്കുന്നു എന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുവാനും അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ മേലൊരു പുകമറ സൃഷ്ടിച്ച്, അല്ലെങ്കിൽ ആ ഭീകരവാദ പ്രവർത്തനങ്ങളെ ലോകരുടെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റി അവരുടെ ശ്രദ്ധ തിരിച്ച്, അവിടെ നോക്കൂ, സംഘി ഭീകരവാദം 26/11 മുംബൈ ഭീകരാക്രമണത്തെ വരെ ഹിന്ദുത്വ ടെറർ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം ആസൂത്രിതമായി ജിഹാദി ക്യാമ്പുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിന് കുടപിടിക്കുവാൻ ദൗർഭാഗ്യവശാൽ കോൺഗ്രസിൽ നിന്നും ബോളിവുഡ് സിനിമ ലോകത്തു നിന്നും നിരവധി ആളുകൾ അവരുടെ പിണിയാളുകളായി, ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു പദമുണ്ട്, യൂസ്ഫുൾ ഇഡിയറ്റ്സ്, പ്രയോജനപ്രദമായ വിഡ്ഢികളായി അവരുടെ പിണിയാളുകളായി പ്രവർത്തിക്കുകയും ചെയ്തു. അതും നാം കണ്ടതാണ്. അജ്മൽ കസബ് എന്നുള്ളൊരു ഇസ്ലാമിക ഭീകരവാദി ജീവനോടെ പിടിയിലായിരുന്നില്ലെങ്കിൽ അവരുടെ ഒരു പ്രചാരണം സത്യമായി ലോകം വിശ്വസിച്ചേനെ. ദൈവങ്ങൾ തുണച്ചതുകൊണ്ട് മാത്രം ഹിന്ദു സമുദായം രക്ഷപ്പെട്ടു. ഇത്തരത്തിലുള്ളൊരു അവരുടെ പുകമറ സൂര്യഭഗവാനായിട്ട് തന്നെ അലിയിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ വായു ഭഗവാനായിട്ട് തന്നെ അലിയിച്ചു കളഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഇസ്ലാമിക സമൂഹം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അവരുടെ പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന ആളുകളുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ്. ഗ്രാമ്യമായ ഭാഷയിൽ പറഞ്ഞാൽ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ചിന്തിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.